മാറുന്ന സ്ത്രീത്വത്തിന് മാറ്റത്തിന്റെ പുത്തൻ കാഴ്ചകളുമായി എത്തുന്ന ലേഡീസ് അവറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സ്വപ്രയത്നത്താൽ സമസ്ത മേഖലകളിലും വിജയം കൈവരിച്ച സ്ത്രീ മനസ്സുകളെ കാട്ടിത്തരുന്നു സ്മാർട്ട് ലേഡി. നമസ്കാരം, ഞാൻ പാർവതി ശങ്കർ. ശാസ്ത്രീയ നൃത്തം അഭ്യസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്. ഞാനിപ്പോൾ +2 വിദ്യാർത്ഥിനിയാണ്. സെൻറ് തെരേസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഷൊർണൂരാണ് ഞാൻ പഠിക്കുന്നത്. ഞാനിപ്പോൾ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി എന്നീ നൃത്തം അഭ്യസിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് എന്നെ 3 അധ്യാപകർ നൃത്തം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ചെറുതിൽ ഒന്നും അത്ര സീരിയസ് ആയിട്ടല്ല പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞാനൊരു 5ാം ക്ലാസ് മുതലാണ് ഡാൻസിനെ ഇത്ര സീരിയസ് ആയി എടുത്ത് പഠിക്കാൻ തുടങ്ങിയത്. കലാമണ്ഡലം സുജാത ടീച്ചറാണ് എൻ്റെ ഗുരുനാഥ. ടീച്ചറുടെ കീഴിലാണ് ഞാൻ ഈ 3 നൃത്ത ഇനങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറുപ്പത്തിൽ എനിക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടമായിരുന്നു. 3ാമത്തെ വയസ്സ് മുതൽ നൃത്തം പഠിക്കുന്നുണ്ട്. എൻ്റെ മുത്തശ്ശൻ കലാമണ്ഡലം മുൻ സെക്രട്ടറി ആയിരുന്നു. മുത്തശ്ശനും ഡാൻസ് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നെ ഡാൻസ് കളിച്ച് കാണണമെന്ന് മുത്തശ്ശന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ അമ്മയ്ക്കും അച്ഛനും ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ നൃത്തത്തിലേക്ക് കടന്നു വരുന്നത്. നൃത്തം കൂടാതെ ഞാൻ കവിത ചൊല്ലാറുണ്ട്. സംസ്കൃതം, മലയാളം കവിതകളൊക്കെ ഞാൻ ചൊല്ലാറുണ്ട്. യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ പങ്കെടുക്കാറുണ്ട്. എനിക്ക് ഭരതനാട്യമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അത് ഇനിയും ചെയ്യണം എന്നാണ് ആഗ്രഹം. ഭരതനാട്യം എന്ന് പറയുമ്പോൾ കൂടുതൽ സ്പീഡ് വരുന്ന ഒരു ഡാൻസാണ്. അതിൽ കൂടുതൽ വെറൈറ്റികൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനോട് കൂടുതൽ ഇഷ്ടം. ഒരു മലയാളം പദ്യം ചൊല്ലാം. ഞാൻ ഈ വർഷം സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിന് ചൊല്ലിയതാണ്. പി ഭാസ്കരൻ്റെ ഓർക്കുക വല്ലപ്പോഴും. യാത്രയാക്കുന്നു സഖി നിന്നെ ഞാൻ മൗനത്തിൻ്റെ നേർത്ത പട്ടുനൂൽ പൊട്ടിച്ചിതറും പദങ്ങളാൽ കരയാനുഴറിയിടും കണ്ണുകൾ താഴ്ത്തിക്കൊണ്ടു വരനോടൊപ്പം നീയാ വണ്ടിയിലിരിക്കുമ്പോൾ വാക്കിനു വിലപ്പിടിപ്പേറുമീ സന്ദർഭത്തിൽ ഓർക്കുക വല്ലപ്പോഴും എന്നല്ലാതെന്തോതും ഞാൻ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ എല്ലാ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, ഫോക്ക് ഡാൻസ് എന്നീ ഇനങ്ങളിൽ യൂത്ത് ഫെസ്റ്റിവലിന് പങ്കെടുക്കാറുണ്ട്. ഭരതനാട്യം, മോഹിനിയാട്ടം, ഫോക്ക് ഡാൻസ് ഈ 3 ഐറ്റത്തിലും എനിക്ക് സ്റ്റേറ്റിൽ A ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 3 വർഷമായിട്ട് ഞാൻ മോഹിനിയാട്ടത്തിന് സ്റ്റേറ്റിൽ പോകുന്നുണ്ട്. A ഗ്രേഡ് ലഭിക്കാറുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കല ഒരു കച്ചവടമായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കതിനോട് തീരെ താല്പര്യമില്ല. നന്നായി പെർഫോം ചെയ്യുക എന്നതാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ ടീച്ചർ എപ്പോഴും എന്നോട് പറയാറുണ്ട്, നമ്മൾ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുക, എല്ലാവരും നന്നായി എന്ന് പറയണം, അല്ലാതെ പ്രൈസ് കിട്ടുന്നതിൽ കാര്യമില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രോഗ്രാംസ് ചെയ്യാനാണ് എനിക്ക് താല്പര്യം. അമ്പലത്തിലൊക്കെ പ്രോഗ്രാം ചെയ്യുമ്പോൾ മനസ്സിന് നല്ലൊരു സന്തോഷമാണ് ലഭിക്കുന്നത്. അല്ലാതെ യൂത്ത് ഫെസ്റ്റിവലിന് പോകുമ്പോൾ അങ്ങനെ മത്സരത്തിന് വേണ്ടിയല്ല ഞാൻ ഡാൻസ് പഠിക്കുന്നത്. അത് ഇഷ്ടമായതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും ഡാൻസ് കൂടെ ഉണ്ടാവണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ ഒരുപാട് പ്രോഗ്രാംസ് കാണാറുണ്ട്. മഞ്ജു വാര്യർ, പിന്നെ രമ വൈദ്യനാഥൻ, പ്രിയദർശിനി ഗോവിന്ദ് ഇവരൊക്കെ കലാമണ്ഡലത്തിൽ വന്ന് പ്രോഗ്രാം ചെയ്തപ്പോൾ ഞാൻ പോയി കണ്ടിട്ടുണ്ട്. അവരുടെയൊക്കെ ഡാൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ നൃത്തത്തിൽ നന്നായി മുന്നോട്ട് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അച്ഛനും അമ്മയും അനിയനും ഉണ്ട്. അവരെല്ലാവരും നല്ലോണം സപ്പോർട്ട് ചെയ്യാറുണ്ട്. അതുപോലെ എൻ്റെ അമ്മയുടെ അച്ഛനും അമ്മയും, അപ്പൂപ്പനും അമ്മൂമ്മയും എനിക്ക് നല്ല സപ്പോർട്ട് തരാറുണ്ട്. ഓരോ കോമ്പറ്റീഷന് പോകുമ്പോഴും അവരെന്നെ വിളിച്ചിട്ട് അനുഗ്രഹിച്ചിട്ടാണ് വിടാറ്. എല്ലാവരും നല്ല സപ്പോർട്ടാണ് തരുന്നത്. കലോത്സവ വേദികളിൽ A ഗ്രേഡ് ലഭിച്ചിട്ടുണ്ട് സ്റ്റേറ്റ് ലെവലിൽ. മോഹിനിയാട്ടം, ഭരതനാട്യം, ഫോക്ക് ഡാൻസ്. ആദ്യമൊന്നും എനിക്ക് ഡാൻസ് ചെയ്യുമ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. പിന്നെ ആദ്യമായിട്ട് ഞാൻ ഒരു ഒറ്റയ്ക്ക് ഡാൻസ് കളിക്കുന്നത് 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. ആനുവൽ ഡേക്ക് അന്ന് അവിടെ ഉണ്ടായിരുന്ന എൻ്റെ ഹെഡ് മിസ്ട്രസ് നിർബന്ധിച്ചിട്ട് എന്നെ കളിപ്പിക്കുകയായിരുന്നു. ഒരു ഫോക്ക് ഡാൻസാണ് ഞാൻ അന്ന് കളിച്ചത്. അതായിരുന്നു എൻ്റെ ആദ്യത്തെ ഒറ്റയ്ക്ക് കളിച്ച ഒരു ഡാൻസ്. അതിനുശേഷം പിന്നെ 7ാം ക്ലാസ്സിൽ എത്തിയപ്പോഴാണ് എനിക്ക് ആദ്യമായിട്ട് ഞാൻ കോമ്പറ്റീഷന് പങ്കെടുത്തത്. കലാമണ്ഡലം സുജാത ടീച്ചറാണ് എന്നെ ഡാൻസ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ടീച്ചർ എനിക്ക് ഒരുപാട്
കോൺഫിഡൻസ് തന്നിട്ടുണ്ട് 7ാം ക്ലാസ്സിൽ. പിന്നെ അന്ന് എനിക്ക് ഫസ്റ്റ് കിട്ടി സ്കൂൾ ലെവൽ കോമ്പറ്റീഷന്. അങ്ങനെ പിന്നെ പ്രൈസ് കിട്ടാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു ആത്മവിശ്വാസം വന്നു. ഇപ്പോൾ സ്റ്റേജ് ഫിയർ ഒന്നും ഇല്ലാണ്ട് എനിക്ക് കളിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ടീച്ചർ പഠിപ്പിക്കുന്നത് തന്നെ വ്യത്യസ്തമായ രീതിയിലാണ്. ടീച്ചറെ ഓരോ ഡാൻസ് പഠിപ്പിക്കുമ്പോഴും എല്ലാ കുട്ടികൾക്കും ഓരോ വരിയുടെയും അർത്ഥം പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് ടീച്ചറെ പഠിപ്പിക്കുന്നത്. അപ്പോൾ കൂടുതൽ മനസ്സിലാക്കാനും നന്നായി ഉൾക്കൊണ്ട് ചെയ്യാനും കഴിയും. പിന്നെ ടീച്ചർക്ക് നിർബന്ധമായിരുന്നു ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് അടുത്ത ക്ലാസ്സിലേക്ക് എന്തായാലും പഠിച്ചു വരണം എന്ന് ടീച്ചർ പറയാറുണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്ക് ഒരുപാട് കോൺഫിഡൻസ് കിട്ടിയത്. കുട്ടികളൊക്കെ നല്ല സപ്പോർട്ടാണ്. കോമ്പറ്റീഷന് പോകുമ്പോഴും അവർ പറയാറുണ്ട് പ്രൈസ് വാങ്ങിയിട്ട് വരണം എന്നൊക്കെ പറയാറുണ്ട്. ടീച്ചേഴ്സും സിസ്റ്റേഴ്സും എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യാറുണ്ട്. എനിക്ക് മാത്സും കെമിസ്ട്രിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട്സ്. അപ്പോൾ അതിൽ കൂടുതൽ അത് പഠിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഡാൻസും ഒരുപോലെ കൊണ്ടുപോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു ദിവസം എന്ന് പറയുന്നത് എനിക്ക് കലാമണ്ഡലത്തിലെ കൂത്തമ്പലത്തിലൊരു ഡാൻസ് ചെയ്യാനുള്ള അവസരം ഉണ്ടായി. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം ഉണ്ടായ ഒരു സംഭവം. പിന്നെ ഒരുപാട് അമ്പലങ്ങളിലൊക്കെ എല്ലാ വർഷവും പ്രോഗ്രാംസ് ചെയ്യാറുണ്ട്. ഈ വർഷം പിന്നെ +2 ആയതുകൊണ്ട് എനിക്ക് എൻട്രൻസ് കോച്ചിങ്ങും ഇതൊക്കെ ആയിട്ട് അധികം സമയം കിട്ടാറില്ല. ഇനി ഈ പരീക്ഷകളൊക്കെ കഴിഞ്ഞാൽ വീണ്ടും നൃത്തം പഠിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം.